നമുക്ക് എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോവാം. ആരൊക്കെയാണുള്ളത്? എല്ലാവരും ബ്ലൈൻഡ് ഫോൾസ് ധരിക്കുക. അയ്യോ എന്തത്? ആദ്യം മട്ടന് വേണ്ടിയുള്ള മുട്ട മഴക്ക്. ഒരു മട്ടൻ പീസ് എടുത്തു പറഞ്ഞിട്ട് അവിടെ പോയി മോങ്ങലും ഒരു പ്രത്യേക തരം കണ്ണാണ് പോയിട്ട്. പച്ചയും ചുവപ്പും നിറങ്ങളിലുള്ള പ്രകാശം നിങ്ങളുടെ മുഖത്ത് മിന്നിമറയും. ഈ പീസ് മാറ്റണം. ആരുടെ മുഖത്താണോ പച്ചലൈറ്റ് പ്രകാശിച്ചു നിൽക്കുന്നത് ആ വ്യക്തി എവിക്ഷനിൽ നിന്നും രക്ഷ നേടുന്നതാണ്. ഇപ്പോഴിതാ പുതിയൊരു ആരോപണം, ഹൽവ മോഷണം. ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം ഇവള് കാണും. ഓടി അവിടുന്ന് എണീറ്റ് ആലുവ കള്ളത്തി. പിന്നെ ചിലർ പൊട്ടിക്കരഞ്ഞു. നീ കൊടുത്താണോ ആ കട്ടെടുത്തല്ലേ? ആലുവ കട്ടു. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലി റൗണ്ട് ആയാൽ പോലും അടിക്കൊരു പഞ്ഞവുമില്ല. അതും എന്തിനു വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോഴാണ് അതിലേറെ വിഷമം. ഭക്ഷണത്തിന് വേണ്ടി. ആദ്യം പ്രശ്നമുണ്ടാക്കിയത് ആര്യൻ തന്നെയാണ്. അനിമോൾ അവിടെ നല്ല രീതിയിൽ വിളമ്പിക്കൊണ്ടിരുന്ന സമയത്ത് ആര്യൻ ഒരു ചിക്കൻ പീസ് എടുത്തുകൊണ്ട് പോന്നു. അതിന് പിന്നാലെ അത് കണ്ട് ഷാനവാസും അതുപോലെ ചെയ്യുന്നു. അവിടെയൊക്കെ പലരും പറയുന്നുണ്ട്, ഷാനവാസ് ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അത് കാണിക്കുന്നത് മോശമാണെന്നൊക്കെ കിച്ചൺ ടീമിലുള്ളവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അനിമോൾ തന്നെയാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നതും അനിമോൾ തന്നെയാണ് പറയുന്നതും. എന്നാൽ കിച്ചൺ ക്യാപ്റ്റനായിരുന്ന അനീഷ് പോലും പറയുന്നത് കേൾക്കാതെ ഷാനവാസും ആര്യൻ കാണിച്ചതുപോലുള്ള പ്രവൃത്തി ഭക്ഷണവുമായി അനിമോൾ പറയുന്നതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇത് കണ്ട് അനിമോൾ തന്നെ വിളമ്പിക്കൊണ്ടിരുന്ന ഭക്ഷണം നിർത്തിവെച്ച് പിണങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഷാനവാസ് പറയുന്ന ഷാനവാസിൻ്റെ ന്യായമെന്ന് വെച്ചാൽ അനിമോളുടെ മുന്നിൽ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല, അവൾ ആരാണ് എന്ന രീതിയിലാണ് ഷാനവാസ് പറയുന്നത്. ഒരുപക്ഷെ ഇന്നലെ വരെ വലിയേട്ടനായിട്ടിരുന്ന ഷാനവാസ് പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ മാറി? അവിടെ ആലോചിക്കേണ്ടത് അനിമോൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തതും അനിമോൾക്കൊരു സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നതും ഷാനവാസ് തന്നെയായിരുന്നു. ആ ഷാനവാസ് തന്നെ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി അനിമോളോട് ഉടക്കി മാറിയിരിക്കുകയാണ്. എന്നാൽ അവിടെ സ്വഭാവത്തിന് ഒട്ടും വ്യത്യാസമില്ല എന്ന് തോന്നുന്നത് അനീഷിൻ്റെ ആണ്. അനീഷ് അത് വ്യക്തമായിട്ട് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഷാനവാസ്, നിങ്ങൾ കാണിച്ചത് തെറ്റാണ്, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് നീയാണ്. ഇവിടെ ആലോചിക്കേണ്ടത് സ്വന്തം കൂട്ടുകാരനായാലും ആരായാലും എടുക്കുന്ന നിലപാട്, അതായത് പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയും എന്നുള്ളതാണ് അനീഷിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അതുതന്നെയായിരിക്കും ജനങ്ങൾക്ക് ഇഷ്ടവും. അവിടെ ഇനി എത്ര വലിയ കൂട്ടുകാരനായാലും ഇനി ആരായാലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അനീഷ് പ്രതികരിക്കും. അനീഷ് അത് ആഞ്ഞടിച്ച് പറയും. ഇവിടെ ഇത് തൻ്റെ കൺമുന്നിൽ തന്നെയാണ് അനീഷ് കണ്ടത്. അതും കിച്ചൺ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ. താനാണ് കിച്ചൺ ക്യാപ്റ്റൻ എന്ന് വ്യക്തമായിട്ട് ഷാനവാസിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ ക്യാപ്റ്റൻസി തകർക്കാൻ നോക്കുകയാണോ എന്ന് വേണമെങ്കിൽ സംശയിച്ചാൽ അതിനും തെറ്റു പറയാൻ കഴിയില്ല. കാരണം രാവിലെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, ബിന്നിയുമായിട്ട് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബിന്നി കിച്ചൺ ക്യാപ്റ്റനായിട്ടിരുന്നപ്പോൾ പല സാധനങ്ങളും അവിടെ നിന്ന് കളവ് പോവുകയും അതുപോലെ തന്നെ വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷ് നല്ല രീതിയിൽ ബിന്നിയെ ചൊറിയുന്നത് നമ്മൾ കണ്ടതാണ്. ബിന്നിയെ ചൊറിഞ്ഞതല്ല, അത് സത്യമായുള്ള കാര്യം തന്നെയാണ്. ബിന്നി കഴിഞ്ഞ പ്രാവശ്യം കിച്ചൺ ക്യാപ്റ്റനായിരുന്നപ്പോൾ ഒട്ടും വൃത്തിയില്ലാതെ തന്നെയാണ് അവസാന നാളുകൾ കൊണ്ടുപോയത്. അത് ആ കിച്ചൺ ടീമിലുണ്ടായിരുന്ന ലക്ഷ്മിയും ആര്യനൊക്കെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉത്തരം മുട്ടി നിന്നത് ബിന്നിയായിരുന്നു. അവിടെയൊക്കെ അനീഷ് നല്ല രീതിയിൽ ബിന്നിയെ ചൊറിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ചൊറിഞ്ഞതല്ല, സത്യമായുള്ള കാര്യം വിളിച്ചു പറയുകയാണ് ഉണ്ടായത്. അതും അവിടെ അനീഷ് വ്യക്തമാക്കുന്നത് ബിന്നി ഉത്തരവാദിത്തമില്ലാതെയാണ് പെരുമാറിയത്, ബിന്നിയുടെ ക്യാപ്റ്റൻസി അട്ടർ വേസ്റ്റായിരുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം യഥാസമയത്ത് കിട്ടിയില്ല, ബിന്നി മേക്കപ്പ് ഇടാനും കുളിക്കാനും ഒക്കെ പോയതിന് ശേഷം മാത്രമാണ് പാചകം ചെയ്യുന്നത്, അതുകൊണ്ട് പലർക്കും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ വൈകി എന്നുമാണ് അനീഷ് പറയുന്നത്. ഇതൊക്കെ സത്യമായുള്ള കാര്യമാണ്, നമ്മൾ കണ്ടതാണ്. ബിന്നി കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ആ കിച്ചൺ മോശമായുള്ള അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരുന്നതും വൃത്തിയില്ലാത്ത അവസ്ഥയിൽ പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. അത് വ്യക്തമായിട്ട് തെളിയിച്ചു കൊടുത്തൊരു വ്യക്തി കൂടിയാണ് അനീഷ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടായപ്പോൾ, അതായത് ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് അധികമായി ഭക്ഷണം എടുത്തുകൊണ്ട് പോവുകയും അവിടെ കൺട്രോൾ ഇല്ലാതെ പോകുന്നത് കിച്ചൺ ടീമിലെ ക്യാപ്റ്റനാണ്. അവിടുത്തെ മത്സരാർത്ഥികൾ കുറ്റം പറയുന്നത് അനീഷിനെ തന്നെയായിരിക്കും. കാരണം അനീഷാണ് കിച്ചൺ ക്യാപ്റ്റൻ. അതുകൊണ്ടായിരിക്കണം ഷാനവാസിനെ നല്ല രീതിയിൽ അനീഷ് വിമർശിച്ചത്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ ചെയ്തത് തെറ്റാണ്, നിന്നെ ഇക്കാര്യത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല, നീയാണ് അവിടെ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത്, അല്ലാതെ അനിമോളല്ല. അനിമോൾ നല്ല രീതിയിൽ വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കിയ നീയാണ്. ഒരുപക്ഷെ ആര്യൻ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും നീയും അതുപോലെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അനീഷ് അനിമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ എല്ലായ്പ്പോഴും അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നത് ഷാനവാസ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് അനിമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അനീഷാണ്. അതുപോലെ തന്നെ അനിമോളുടെ കുറ്റങ്ങൾ പറയുന്ന വലിയേട്ടൻ ഷാനവാസുമാണ്. ഇവിടെ ആരാണിപ്പോൾ ഗെയിം കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമർ എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ അനീഷ് തന്നെയാണ് നല്ല രീതിയിൽ കളിക്കുന്നത്.
ഒരുപക്ഷെ നിലപാടുകൾ മാറാതെ സ്വന്തം കൂട്ടുകാരനായിരുന്നാൽ പോലും തെറ്റുകൾ തുറന്നു പറയുക എന്നുള്ളൊരു കാര്യം അത് ആളുകൾ എടുത്തു നോക്കുന്നതായിരിക്കും. അതൊരു പോസിറ്റീവായിട്ട് അനീഷിന് മേൽ എപ്പോഴും കാണും. കാരണം പലരും അങ്ങനല്ല. ഗെയിം കളിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു പ്രത്യേക അവസരങ്ങളിലെല്ലാം കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ കൂട്ടുകാരൻ ചെയ്ത തെറ്റ് ന്യായീകരിച്ചുകൊണ്ട് പലരും വരുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുന്നവരെല്ലാം പിന്നീട് അങ്ങോട്ട് അവരുടെ ഗെയിം മോശമായി പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്നാൽ എടുത്തു പറയേണ്ടതാണ് അനീഷിൻ്റെ ഗെയിം പ്ലാൻ. അതിന് വ്യക്തമായുള്ള കാരണങ്ങൾ നിരത്തി ഷാനവാസിനെ കുറ്റപ്പെടുത്തിയാണ് ഉണ്ടായത്. ഇതൊരു പക്ഷേ ഒരു ആവേശത്തിൻ്റെ പുറത്തോ പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൻ്റെ പുറത്തോ ഒക്കെ ഷാനവാസ് ചെയ്തായിരിക്കും. ഷാനവാസിനെ അത്രമേൽ കുറ്റം പറയണമെന്നില്ല. ഒരുപക്ഷെ ഇവിടെ ഓർക്കേണ്ടത് ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്ന 3 പേരും നല്ല ഫാൻ ഫോളോയിങ് ഉള്ളവരാണ്. ഒന്ന് അനീഷ്, ഒന്ന് ഷാനവാസ്, ഒന്ന് അനിമോൾ. 3 പേർക്കും പ്രത്യേകം ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തെറി വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആരെ സപ്പോർട്ട് ചെയ്താലും മറ്റ് 2 പേരുടെ കയ്യിൽ നിന്നും തെറിവിളികൾ ഉറപ്പാണ്. എന്നാൽ ഇവിടെ യാഥാർത്ഥ്യങ്ങൾ എടുത്തു പറയേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഷാനവാസിന് തന്നെയായിരിക്കും ആളുകൾ കുറ്റപ്പെടുത്തുന്നത്. ജനങ്ങൾ കാണുമ്പോൾ ഷാനവാസ് ചെയ്ത് ശരിയായില്ല. ഒരുപക്ഷെ അവിടെ ആര്യൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ വിലക്കേണ്ടത് ഷാനവാസ് ആയിരുന്നു. കാരണം ഇതിനു മുമ്പ് നെവിൻ ഒരു സാധനം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയപ്പോൾ, അതായത് ഒരു മല്ലിയിൽ എടുത്തുകൊണ്ട് പോയപ്പോൾ ഷാനവാസ് എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടാക്കി. നെവിൻ്റെ പിറകെ നടന്ന് ട്രിഗർ ചെയ്തു. അതിനുശേഷം ആ പിടിച്ചുവലിയിൽ ഗ്ലാസ് തട്ടി വീഴുകയും പൊട്ടുകയൊക്കെ ചെയ്താണ്. അന്ന് നെവിൻ പറഞ്ഞിരുന്നു, താങ്കൾ ചെയ്ത് ശരിയായില്ല, ഒരു മല്ലിയില എടുത്തു എന്ന് കരുതി ഇത്രയ്ക്ക് പ്രശ്നമുണ്ടാക്കണോ എന്ന് നെവിൻ ചോദിച്ചൊരു വ്യക്തിയാണ് ഷാനവാസ്. അവിടെ ഷാനവാസ് അന്ന് പറഞ്ഞത് ആരായാലും ഭക്ഷണം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ, മറ്റുള്ളവൻ്റെ ഭക്ഷണം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഞങ്ങളെ തിരിച്ചു വാങ്ങിക്കും എന്നാണ് ഷാനവാസ് അവിടെ പറഞ്ഞത്. അന്ന് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വീഡിയോ ഇട്ടിരുന്നു, ഷാനവാസ് ചെയ്തത് ശരിയാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ അതേ ഷാനവാസ് തന്നെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്, അതായത് ഭക്ഷണം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമ്പോൾ ആളുകൾ എന്തായാലും ക്രിറ്റിസൈസ് ചെയ്യും. അതിൽ നിന്ന് ആരും തർക്കിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ അനീഷും പറയുന്നത്, നീ ചെയ്തത് ശരിയായില്ല, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നീയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, അനിമോളല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, നീയാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അനീഷ് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് നാണമില്ലേ ആ ആഹാരം കഴിക്കാൻ, നിനക്ക് എങ്ങനെ കഴിക്കാൻ കഴിയുന്നു എന്നും അനീഷ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇത് ഷാനവാസ് കേട്ടിട്ടായിരിക്കണം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഫാമിലി റൗണ്ട് ആയാൽ തന്നെ ഭക്ഷണത്തിന് അടി കൂടുക എന്നുള്ളത് ബിഗ് ബോസിലൊരു കണ്ടൻറ്റ് തന്നെയാണ്. ഇവിടെ ആലോചിക്കേണ്ടത്, ഇത്രയും നാളും നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ഭക്ഷണം കിട്ടിയത് കൊണ്ടാണോ ഈ അടി ഉണ്ടായെന്നറിയില്ല. ഇതുവരെ ഒരു അച്ചടക്കത്തോടു കൂടിയാണ് ഭക്ഷണം വിളമ്പിയതും കാര്യങ്ങൾ പോയതും. അന്നെല്ലാം ഭക്ഷണത്തിന് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു, ഭക്ഷണം കുറവുമായിരുന്നു. എന്നാൽ ഫാമിലി റൗണ്ട് വന്നത് മുതൽ ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പല പല സാധനങ്ങൾ കഴിക്കാനും കഴിയുന്നുണ്ട്. ആ അവസരത്തിൽ ഇങ്ങനൊരു തട്ടിപ്പറി ഇല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ അടികൂടേണ്ട കാര്യമുണ്ടോ എന്ന് വരെ ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അത് നല്ല കാര്യമായിട്ട് ആർക്കും തോന്നില്ല. പിന്നെ ബിഗ് ബോസ് ആയതുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി എല്ലാം അടികൂടും, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം തന്നെ മതി ഗെയിം ചേഞ്ച് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഗെയിമിലോട്ട് പോകാൻ ഒരു ചെറിയ കാര്യം മതിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ വിഷയം കൂടുതലും ആളുകൾ എടുത്തുകൊണ്ട് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കണ്ടതാണ്, വ്യക്തി താല്പര്യം മുതലെടുത്ത് കുറേ ആളുകൾ അവിടെ രാത്രി ഭക്ഷണം ഉണ്ടായി കഴിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനെ ആരും ചോദ്യം ചെയ്തില്ല, അതിനെ ഒരു പ്രാങ്കായിട്ടാണ് എല്ലാവരും കരുതിയത്. എന്നാൽ കുറച്ച് പേർക്ക് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആരും അത് പ്രശ്നം ഉണ്ടാക്കാത്തത് കൊണ്ടും ഇല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കേണ്ട ആളുകളെല്ലാം അതിനകത്ത് ഉൾപ്പെട്ടത് കൊണ്ട് മാത്രമായിരിക്കാം അങ്ങനൊരു പ്രശ്നം ഉണ്ടാവാതിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാവാത്തത് കൊണ്ട് ഇപ്പോൾ പലർക്കും ഇനി എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണോ പോകുന്നതെന്ന് അറിയില്ല. കാരണം ഈ ഭക്ഷണവുമായിട്ട് ആദ്യം പോയത് ആര്യനാണ്. ആര്യനെ ആരും കുറ്റപ്പെടുത്താത്തത് കൊണ്ടാണോ ഷാനവാസും അത് ചെയ്തതെന്ന് അറിയില്ല. എന്നിരുന്നാൽ തന്നെയും ഷാനവാസും ആര്യനും ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം എല്ലാവർക്കും ഒരുപോലെ വീതിച്ചു കൊടുക്കേണ്ടതാണ്. അത് ഒരാൾ അധികം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ആ വിളമ്പിക്കൊടുക്കുന്ന ആൾ പാർഷ്യാലിറ്റി കാണിച്ചെന്ന് പറയും. പ്രത്യേകിച്ച് ഷാനവാസിന് അധികമായിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഷാനവാസ് ചെയ്ത കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കുകയാണെങ്കിൽ അത് അനിമോളിൻ്റെ മുകളിൽ കുറ്റം അടിച്ചേൽപ്പിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഷാനവാസും അനിമോളും തമ്മിൽ നല്ല കോണ്ടാക്റ്റാണ്. അത് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പുള്ളൊരു കോണ്ടാക്റ്റാണ്, പരിചയമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വേറെ രീതിയിൽ ചിത്രീകരിക്കാനും കാരണമാകുമെന്ന് ഭയന്നാണോ അനിമോൾ അവിടെ അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. അല്ലെങ്കിലും അനിമോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, നിലപാടുകൾ എടുക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരുവിധം ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണ്. അതിനി ലാലേട്ടൻ്റെ മുന്നിലായാലോ ഇനി തെറ്റാണെന്ന് സ്വയം തോന്നിയാൽ പോലും ആ തെറ്റിൽ ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തി കൂടിയാണെന്ന് പറയേണ്ട കാര്യമില്ല ജിസേലിൻ്റെ കാര്യത്തിൽ. ഒരുപക്ഷെ അത് പോസിറ്റീവായിട്ട് കാണുന്നതും നിരവധി ആളുകളാണ്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ അത് അനിമോളെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. എന്നാൽ ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി അവളുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കാൻ കഴിയില്ല, എത്രയെന്ന് വെച്ച് വേണം കുമ്പിട്ട് നിൽക്കേണ്ടത് എന്നൊരു വാചകം ഷാനവാസ് പറയുന്നുണ്ട്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. അനിമോൾ വിളമ്പുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ ഇല്ലെങ്കിൽ അനിമോൾ വിളമ്പിയപ്പോൾ പാർഷ്യാലിറ്റി കാണിച്ചത് കൊണ്ടോ അതോ ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല.
എന്തായാലും അനുമോളും ഷാനവാസും തമ്മിൽ നല്ല രീതിയിൽ കച്ചടയായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. അതും ഭക്ഷണത്തിൻ്റെ പേരിൽ. ഒരുവിധം എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അനുമോൾ. ആ അവസരത്തിലാണ് ഇങ്ങനെ സംഭവം സംഭവിച്ചത്. ഇനി നമ്മൾ കാണാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നറിയില്ല. ഒരുപക്ഷെ നാളെ വേണമെങ്കിൽ ഷാനവാസ് വാദിക്കാം, ആര്യനെടുത്തപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, ആര്യനെടുത്തുകൊണ്ട് പോയപ്പോൾ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഷാനവാസ് വെറുതെ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് തോന്നില്ല. എന്തെങ്കിലും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിനെ ബേസ് ചെയ്തായിരിക്കണം ഷാനവാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും പ്രൊമോ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഈ ഒരു വഴക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ 3 മികച്ച മത്സരാർത്ഥികൾ, അതായത് അനീഷ്, അനുമോൾ, ഷാനവാസ്, ചിലപ്പോൾ ഒരു തീ അണയുന്നതിൻ്റെ തന്നെ പെട്ടെന്ന് അണയാനും ചാൻസ് കൂടുതലാണ്. അതിനുവേണ്ടി വേണമെങ്കിൽ ആദിലയും നൂറയൊക്കെ അവിടെ ഉണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അങ്ങനെയാണ് ഷാനവാസും ആദിലയുമായിട്ടുള്ള പ്രശ്നവും ഒക്കെ തീർത്തത്. അന്ന് അനുമോളായിരുന്നു ഇതിൻ്റെ ഇടയിൽ നിന്നത്. അനുമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പല കാര്യങ്ങളും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തതും അനുമോൾ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദിലയും നൂറയും ഷാനവാസും വീണ്ടും ഒന്നിച്ചതും, അതും നെവിൻ്റെ പേരിൽ. അന്നും ഇതുപോലെ കിച്ചണിൽ വെച്ചായിരുന്നു ആദ്യത്തെ പ്രശ്നമുണ്ടായത്. ഇന്നും അതുപോലെ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെയും ഇത് കണ്ടിട്ട് പെങ്ങളുമാർ വീണ്ടും ഇടപെടുമെന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനുവുമായിട്ടും ഷാനവാസുമായിട്ടും നല്ല ബന്ധമുള്ളവരാണ്, നല്ല അടുപ്പമുള്ളവരാണ് ആദിലയും നൂറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം പരിഹരിക്കാനും അവർ മിടുക്കികളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നം തീരുമാനിക്കാം. പിന്നെ അനീഷുമായിട്ടുള്ള പ്രശ്നം, അനീഷും ഷാനവാസുമായിട്ടുള്ള പ്രശ്നം, അത് നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ്. സീസൺ തുടങ്ങിയ നാൾ മുതലേ ഷാനവാസും അനീഷും തമ്മിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അനീഷ് അങ്ങോട്ട് പോയി മിണ്ടുകയോ ഇല്ലെങ്കിൽ ഷാനവാസ് ഇങ്ങോട്ട് വന്ന് മിണ്ടുകയോ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. എന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൂട്ടുകാരനായാലും തെറ്റ് ചെയ്താൽ എടുത്തു കാണിക്കുക എന്നുള്ളത് അനീഷിൻ്റെ ഒരു പോസിറ്റീവ് വശമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ചിലർക്ക് അത് പറയാൻ കഴിയത്തില്ല. കാരണം കൂട്ടുകാരന് വേദനിക്കുമോ, കൂട്ടുകാരൻ നമ്മളിൽ നിന്ന് പിണങ്ങിപ്പോകുമോ എന്ന് കരുതിയായിരിക്കും അവർ പലതും പറയാത്തത്. ഇവിടെ ആലോചിക്കേണ്ടത്, അനീഷ് ഇവിടെയും ഗെയിമിൻ്റെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മികച്ചൊരു മത്സരാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ നീക്കുന്നത്. അതിന് കൂട്ടുകാരനായാലും നാട്ടുകാരനായാലും വീട്ടുകാരനായാലും ഇതേ സ്റ്റാൻഡ് തന്നെ ആയിരിക്കും അനീഷ് തുടർന്നു പോകുന്നതും. ഒരേ നിലവാരത്തിൽ തന്നെയാണ് അനീഷ് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ കിച്ചൻ്റെ ക്യാപ്റ്റനായതുകൊണ്ടും അതുപോലെ തന്നെ ബിന്നിയുമായിട്ട് തർക്കമുള്ളതുകൊണ്ടും തൻ്റെ ക്യാപ്റ്റൻസിയിൽ മോശം സംഭവിച്ചുകൂടാ എന്ന് കരുതിയായിരിക്കണം ഷാനവാസിനെ ഇത്രയൊക്കെ പറയുന്നത്. കാരണം നാളെ പലരും ചോദിക്കാം, കൂട്ടുകാരനായതുകൊണ്ടാണോ ഷാനവാസിനെ ഒന്നും പറയാത്തത് എന്ന് ചോദിച്ചാൽ അനീഷിന് അവിടെ ആൻസർ വേണമല്ലോ. അവിടെ അനീഷിന് വേണമെങ്കിൽ പറയാം, ഞാനാണ് അവനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത്, അത് തെറ്റാണെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഞാനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അതൊരു മികച്ച ഗെയിമർ എന്ന രീതിയിൽ തന്നെയാണ് അനീഷ് കളിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യം ചർച്ചാ വിഷയമായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഫാമിലി റൗണ്ടിൽ തന്നെ അധികമായിട്ട് ഭക്ഷണം കിട്ടുന്ന സമയത്ത് തന്നെ ഭക്ഷണത്തിന് വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ അടിയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഭക്ഷണമില്ലാത്ത അവസ്ഥയിൽ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതുകൂടിയാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ ന്യായം ആരുടെ ഭാഗത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാണുന്നവൻ്റെ കണ്ണിലായിരിക്കും ഓരോരുത്തരുടെയും ന്യായം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.